ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഇന്ന് നമുക്ക് എങ്ങനെയാ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പൈസക്ക് ചിലവൊന്നുമില്ല. പഴയ പേപ്പർ എടുക്കുക, ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിൻട്രസ്റ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ആപ്പ് തന്നെ ആയിരിക്കും. അതിൽ നമുക്ക് ക്യൂട്ട് സ്റ്റിക്കർ ഡ്രോയിങ്ങിനോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സിനൊക്കെ അടിച്ചു കൊടുക്കുക. ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പേപ്പർ കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. നന്നായിട്ട് വരക്കുന്ന ഒരാൾക്ക് ഈ ഒരു ആപ്പിന്റെ ആവശ്യമില്ല. ഒട്ടും വരക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോസ് കാണാൻ പറ്റും. ഏത് ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും, ഇപ്പം ഞാൻ സ്റ്റിക്കറാണ്, ഇനി ഏത് തരം ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വരക്കാൻ ഈസിയാണ് കേട്ടോ. ഇതിൽ ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഫോട്ടോ ഏതാണോ വരക്കേണ്ട ഫോട്ടോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ലോക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീന് അനങ്ങാണ്ട് അവിടെ ഇരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ മേലെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അത്ര ഈസിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത്രയും സ്റ്റിക്കേഴ്സ് ആണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കളർ ചെയ്യണം. അതിന് ഞാൻ ഡോംസിന്റെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടിപൊളി കളർ ഷെയ്ഡ്സും ആണ്. അതുപോലെ കളർ ചെയ്യാൻ തന്നെ നല്ല രസമാണ് ഇത് വെച്ചിട്ട്. ഇത് യൂസ് ചെയ്തവർക്ക് അത് അറിയാനും കഴിയും. എനിക്ക് തോന്നുന്നു ഒരു 200 സംതിങ് എന്തോ ആണ് ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. പക്ഷെ ആ ഒരു റേറ്റിന് ഇത് സത്യം പറഞ്ഞാൽ വേർത്താണ്. വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളാരും സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടിച്ചായി പോവാണ്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഓരോ വീഡിയോ ഇടുന്നതായിരിക്കും. ഏത് തരം വീഡിയോസ് ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കമന്റിലൂടെ പറയാവുന്നതാണ്. മാക്സിമം ഞാൻ ആ രീതിക്ക് വീഡിയോസ് ഇടുന്നതായിരിക്കും. ജേർണലിങ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന്റെ സാധനങ്ങളുടെ പൈസ ആലോചിക്കുമ്പോൾ ചെയ്യാണ്ട് വെച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ സ്റ്റിക്കേഴ്സും അതുപോലെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ജേർണലിങ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു വീഡിയോ പോലെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതിനുള്ളൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഔട്ട്ലൈൻ ഇടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ബ്ലാക്ക് പെൻ ആയിരിക്കണം. ബ്ലാക്ക് പെൻ അല്ലാതെ ബ്ലൂ പെൻ ഒന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗിയും ഫിനിഷിങ്ങും കിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഔട്ട്ലൈനും ഇട്ട് കൊടുക്കാം കേട്ടോ. സ്റ്റിക്കേഴ്സിന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിലും ഉണ്ടാവും ഒരു ബ്ലാക്ക് ഔട്ട്ലൈന് പോലെ. അപ്പൊ അതങ്ങ് ചെയ്യുമ്പോഴാണ് ആ ഒരു ചിത്രത്തിന്റെ ഫിനിഷിങ് ഉണ്ടാവുക. ഫൈനലി നമ്മൾ എല്ലാ പിക്ചേഴ്സും ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പിക്ചേഴ്സ് ആണുള്ളത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന ഈസി ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതാവുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ നമ്മൾ സ്റ്റിക്കേഴ്സിന് കട്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വൈറ്റ് പാർട്ട് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അതാവുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റിക്കറിന്റെ ഫീല് കിട്ടുന്നത്. സോ ഇത്രയും സ്റ്റിക്കേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്, ഭംഗിയില്ലേ കാണാൻ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.